ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കുഞ്ഞുങ്ങളെ വഴക്ക് പറയാത്തവരാരെങ്കിലും ഉണ്ടോ? നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും അവര് കേൾക്കുന്നില്ല അല്ലെങ്കിൽ അനുസരിക്കുന്നില്ല എന്നൊക്കെ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ദേഷ്യം നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. സോ നമ്മൾ ഒബ്വിയസ്ലി വഴക്ക് പറഞ്ഞു പോകും. അപ്പോൾ ഈ വഴക്ക് പറഞ്ഞതിന് ശേഷം ഞാൻ ഈ പറയുന്ന 3 കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ കുഞ്ഞുങ്ങളെ വഴക്ക് പറഞ്ഞു എന്ന് തന്നെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ആ ഒരു സർക്കംസ്റ്റാൻസസ്, ആ ഒരു സിറ്റുവേഷനിൽ തന്നെ നമ്മൾ കൂടുതൽ നേരം അവിടെ നിൽക്കരുത് എന്നുള്ളതാണ്. കുഞ്ഞുങ്ങളുടെ അടുത്ത് നിന്ന് മാറി നിൽക്കണം. ഈ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടോൺ അനുസരിച്ചായിരിക്കും നമ്മൾ ബാക്കിയുള്ള സംസാരങ്ങളും ഒക്കെ വരുന്നതും. മാത്രമല്ല ഇത് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ആ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ കാണുമ്പോഴൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. സോ നമ്മൾ അവിടുത്തെ ആ സിറ്റുവേഷൻ നമ്മൾ മാറി നിൽക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, നമ്മൾ ഈസിലി ആയിട്ട് ആ ഒരു വഴക്ക് നമ്മൾ തിരിച്ചു റിപ്പയർ ചെയ്യണം എന്നുള്ളതാണ്. കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം നമ്മൾ വേണമെങ്കിൽ നമുക്കൊരു സോറിയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. കുഞ്ഞുങ്ങളോട് സോറി പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. നമ്മളൊരു സോറി സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് വീണ്ടും കുഞ്ഞുങ്ങളോട് സ്നേഹമുണ്ട് അല്ലെങ്കിൽ ആ ഒരു സ്നേഹം ഉള്ളത് കൊണ്ടാണ് വഴക്ക് പറഞ്ഞത്, നന്നായി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വഴക്ക് പറഞ്ഞത് എന്നുള്ളൊരു എന്നുള്ളൊരു കാര്യം നമ്മൾ കൺവേ ചെയ്യാനായിട്ട്, കുഞ്ഞുങ്ങളുമായിട്ട് കൺവേ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളത്. മൂന്നാമതായിട്ട്, നമ്മൾ കുഞ്ഞുങ്ങൾക്ക് എന്തിനാണ് വഴക്ക് പറഞ്ഞത് അല്ലെ, ചില കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവാണ്ടിരിക്കും എന്തിനാണ് അമ്മ വഴക്ക് പറഞ്ഞത്, എന്ത് കാര്യത്തിനാണ്. കുറച്ചൊരു 2 year 2.5 ആ ഒരു ഏജ് ഗ്രൂപ്പുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ. അപ്പൊ അങ്ങനത്തെ ഉള്ള ഏജ് ഗ്രൂപ്പുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് കുഞ്ഞുങ്ങളെ വഴക്ക് പറഞ്ഞത്, എന്ത് റീസൺ ആണ്, എന്താണ് ചെയ്യേണ്ടത്, അതെങ്ങനെ ഓവർകം ചെയ്യണം, ആ ഒരു സർക്കംസ്റ്റാൻസസ് അല്ലെങ്കിൽ ഈ ഒരു തെറ്റിന് ചെയ്യാൻ പാടില്ല, അപ്പോൾ തെറ്റായത് കൊണ്ടാണ് അമ്മയും അച്ഛനും വഴക്ക് പറഞ്ഞത് എന്നുള്ളൊരു കാര്യം നമ്മൾ വ്യക്തമായിട്ടും ക്ലിയർ ആയിട്ടും കുഞ്ഞുങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ കുഞ്ഞുങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പോലെ ഇരിക്കും അവർക്ക് നമ്മളോടുള്ള റെസ്പോൺസും, അതുപോലെ തന്നെ അവർക്ക് നമ്മളോടുള്ള സ്നേഹവും, തുറന്ന് സംസാരിക്കുന്നതിനുള്ള ഒരു ഫ്രീ സ്പേസ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളത് അതൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പല കുഞ്ഞുങ്ങൾക്കും കിട്ടാറില്ല അങ്ങനത്തെ ഉള്ള ഒരു സ്പേസ് എന്ന് പറയുന്നത്. അമ്മമാരും അച്ഛനും പറയുന്നത് കുട്ടികൾ അനുസരിക്കണം എന്നുള്ളൊരു ലെവലിൽ പോവാണ്ട് അവർക്ക് പറയാനുള്ളതും കൂടി നമ്മൾ കേൾക്കുകയും വേണം. മാത്രമല്ല അവർ പറയുന്നത് തെറ്റാണ് അല്ലെങ്കിൽ ശരിയല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് തിരുത്തി കൊടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. നമുക്കത് കൃത്യമായിട്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഈ വഴക്കും അതുപോലെ തന്നെയാണ്. നമ്മൾ എന്തിനാണ് വഴക്ക് പറഞ്ഞത്, എന്ത് കാരണത്താലാണ് വഴക്ക് പറയുന്നത്, സോ ഇനി അത് എങ്ങനെ ആവർത്തിക്കാതിരിക്കണം എന്നുള്ളൊരു സൊല്യൂഷൻ കൂടി നമ്മൾ ക്ലിയർ ആയിട്ട് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കുക. ഒരു സോൾവിങ് ദ പ്രോബ്ലം എന്നുള്ളൊരു കൺസേൺ ആയിരിക്കണം നമുക്ക് തേർഡ് മെത്തേഡിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത്.